Fiesta, just right for me. India's finest snow park, Navad Highlight Mall, Calicut. ശ്രുതി ലക്ഷ്മി ആൻഡ് എവിൻ വെൽക്കം. ഇങ്ങനെയാണോ ബിഗ് ബോസിലെ യൗവനയുക്തയും ശക്തയുമായ കണ്ടസ്റ്റന്റുമായിരുന്ന ശ്രുതിയെ ഷോയിലേക്ക് വെൽക്കം ചെയ്യേണ്ടത്? വീണയ്ക്ക് മാല ഇടും, അതിന് മുന്നേ ഇങ്ങോട്ട് ഇട്ടോ. ഈ 56 ദിവസത്തിനുള്ളിൽ ഇറങ്ങേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ബിഗ് ബോസിന് നഷ്ടം. ഇനി ആര് ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഹോട്ടുകളൊക്കെ? ഇനി ഉള്ള ഹോട്ട് റിപ്പീറ്റ് ചെയ്ത് കാണണ്ടേ? എന്നോട് കുറെ പേര് ചോദിച്ചു, എടാ നിന്നെ സമ്മതിക്കണട്ടാ, ഇതെങ്ങനെയാ അവിടെ കൊണ്ടുനടക്കുന്നത്? അതാണ് ശരിക്കും അങ്ങനെ ഒരു ശ്രുതി ഉണ്ടായിരുന്നു. അത് അവിടെ ബിഗ് ബോസിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ശ്രുതിയാണ്. കുറെ തെറി പറയാൻ വന്നതാണ്. ഇരിക്കട്ടെ കഥ ഗൂഗിളിലൊക്കെ മറ്റേ ശ്രുതി ലക്ഷ്മി ഹോട്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറെ ആൾക്കാരെ എന്റെ ഹോട്ട് കാരണം അവർക്കൊക്കെ ഒരു ഭയങ്കര സുഖം കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടട്ടെ. ഓ, ഞാൻ ഇത്ര വലിയൊരാളാന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായത്. ശ്രുതി അറിഞ്ഞായിരുന്നോ? എനിക്ക് ഗർഭമായല്ലേ ഈശ്വര, ഏതോ ക്യാമറ ചേട്ടന്മാരെന്നെ ചതിച്ചു. കാരണം അവിടെ ക്യാമറകളേ ഉള്ളൂ. ക്യാമറയിലൂടെ എനിക്ക് ഗർഭം വരുവാണെങ്കിൽ ചിലപ്പോൾ അത് സത്യം. അല്ല, ഞങ്ങളത് വിളിച്ചു ചോദിച്ചു, ഞാൻ അങ്ങനെ വല്ല ആക്കിയിട്ട് അകത്തേക്ക് വിട്ടു. ഈ വിവാദങ്ങളെല്ലാം കൂടെ കണ്ടിരുന്ന ഭർത്താവിന്റെ അവസ്ഥ എന്തായിരുന്നു? രണ്ടുപേർക്ക് കൂടുതൽ അടിച്ചു കാണും. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡൊക്കെ അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവന്മാരൊക്കെ തിന്നിട്ട് പോയിട്ട് നോമിനേറ്റ് ചെയ്യായിരുന്നു. ഞാൻ തന്നെ പറയും, ഒരു നന്ദിയില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ ഉമ്മ വിവാദം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇത് കുറെ ആഗ്രഹിച്ചിരുന്ന എന്റെ ഉമ്മി ട്രോളിൽ കാണുന്നതിൽ ഊതിയതാണ്. അല്ലാതെ കിടക്കുമ്പോഴേക്ക് ഇഷ്ടംപോലെ ഉമ്മ വന്നിട്ട് അതെന്താ നിങ്ങൾ കാണാതെ? ഞങ്ങള് ബെഡ്ഷീറ്റ് പൊതിച്ചിട്ട് ഉമ്മ എടുത്തത്. പൊന്നു വീണ 56 ദിവസം അവിടെ പോയി ഇരിക്കല്ലേ, ഒരു ഉമ്മയൊക്കെ കൊടുത്താൽ എന്ത് സന്തോഷം. ഒരാള് ഹഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ട്. അതല്ലാതെ ഹഗ് ചെയ്യുമ്പോൾ മറ്റേ ഈ സാധനം അല്ല നമുക്ക് കിട്ടുന്നത്. എനിക്ക് അതാണ് മനസ്സിലാവുന്നത്. ഈ പറയുന്നവർക്ക് ഒരു പെണ്ണ് കെട്ടിപ്പിടിക്കുമ്പോൾ ആ ഒരു ഫീൽ ആയിരിക്കും തോന്നുന്നു. ആ ഒരു ഫീലാണെങ്കിൽ എനിക്ക് ഇതിനോട് ഒന്നും പറയാനില്ല. ഫിസിക്കൽ ടാസ്കിൽ എന്റെ ദേഹത്ത് എന്തെങ്കിലും പരിക്ക് പറ്റുമ്പോഴായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ വിഷമിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അവരൊന്ന് വിളിച്ചു പറഞ്ഞു ആദ്യ ദിവസം, എന്റെ ചേട്ടാ എനിക്ക് ആളെ തന്ന പോലെ തന്നെ തിരിച്ചുകൊണ്ട് വിടും കേട്ടോ. ഇപ്പൊ വിഷ്ണു ഒക്കെ ഞാൻ മാന്തി എന്ന് പറഞ്ഞ് കാണിക്കുമ്പോ അവന്റെ ഒക്കെ ഇടി കാരണം എന്റെ വയറിലും ചെസ്റ്റിലും ഒക്കെ നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റുമോ? ഒറ്റ തവണയും കൂടെ ബിഗ് ബോസ് തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ പോവും? ഞാൻ പോകത്തില്ല. എനിക്ക് പകരം ഞാനൊരു മല്ലനെ വിടുന്നുണ്ടെന്നോ? ആദ്യത്തെ 1-2 വീക്സ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, എന്ത് സുഖല്ലേ ഇരുന്ന് കഴിക്കുക, ഗെയിംസ് കളിക്കുക. പക്ഷെ അടുത്ത ബിഗ് ബോസിൽ അതാണ്, ഞാൻ ഇവരെ വിടും. പോയി നിങ്ങൾ അനുഭവിക്കുക. ശ്രുതി ലക്ഷ്മി ആൻഡ് എവിൻ വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. താങ്ക് യു. ഇങ്ങനെയാണോ ബിഗ് ബോസിലെ യൗവനയുക്തയും ശക്തയുമായ കണ്ടസ്റ്റന്റുമായിരുന്ന ശ്രുതിയെ ഷോയിലേക്ക് വെൽക്കം ചെയ്യേണ്ടത്? ഒരു ചേഞ്ചിനായി ഞാൻ ശ്രുതിയെ സ്വാഗതം ചെയ്യാം. സുന്ദരിയും ആരെയും മയക്കുന്ന പുഞ്ചിരിയുടെയും സർവോപരി ബിഗ് ബോസിലെ കരുത്തുറ്റ വനിതാ കണ്ടസ്റ്റന്റുമായിരുന്ന ശ്രുതിക്കും എന്തിനും ഏതിനും തന്റെ പ്രിയതമയ്ക്കൊപ്പം നിൽക്കുന്ന ഭർത്താവ് എവിനും വിഹേൻ വുഡ്സിലേക്ക് സ്വാഗതം. കൂടാതെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന വീണയ്ക്കും പ്രത്യേക സ്വാഗതം അറിയിക്കുന്നു. ഓ, വളരെ നന്ദി ബിഗ് ബോസ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ ബാക്ക് ടു ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുപോയി. അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഭയങ്കര സന്തോഷം. അപ്പൊ ഏതായാലും ബിഗ് ബോസിൽ പോയതിനു ശേഷം നാട്ടുകാരെല്ലാരും കൂടെ 2 വഴിക്കാക്കിയ രണ്ടുപേരെയും നമ്മളൊന്ന് ഒന്നിപ്പിക്കട്ടെ. അതല്ലെങ്കിൽ ഇച്ചിരി മാറിയിരിക്കുന്നത് 2 ഡിവോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ച് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. പക്ഷേ വീണയ്ക്ക് മാല ഇടും, അതിന് മുന്നേ ഇങ്ങോട്ട് ഇട്ടോ. ഭർത്താവിനെ കുറിച്ച് നല്ല കളിക്കല്ലടോ മനുഷ്യ. ഓക്കെ, അവ രണ്ടും നല്ല പ്രത്യേക കിട്ടും. കറക്റ്റ് ഒക്കെ കിട്ടും. പൊളി. ഇല്ല, കുറച്ച് ഊരൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു വെറൈറ്റിയിൽ ഇരിക്കട്ടെ. നിങ്ങൾ എത്ര ഇന്റർവ്യൂവിന് പോകാനുള്ളതാ, അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും അങ്ങനെ കുറെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് ഒന്നുമില്ല. 3ാം കല്യാണം, 2ാം കല്യാണം ഇന്നത്തെ 3ാം കല്യാണം, 2ാം കല്യാണം
അല്ല ഓരോ എപ്പിസോഡ് ഓരോ കല്യാണങ്ങളാണല്ലോ. അങ്ങനെ ഇപ്പൊ ഇത് ഭയങ്കര അടിപൊളിയായിട്ടോ. എന്തായാലും സന്തോഷം അല്ലേ? ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഇവനും വേണ്ട ഒരു ബിഗ് ബോസിലേക്ക് പോയ ഒരു ഫീൽ കിട്ടിയില്ലേ? അയ്യോ, ഞാൻ എന്റെ ശരീരം ഞാൻ പുറത്താണ്, എന്റെ മനസ്സ് മൊത്തം അതിനകത്തായിരുന്നു. ബിഗ് ബോസിലായിരുന്നു. തുടക്കം ഡേ 1 തൊട്ട് ഈ 56 ഡേ വരെ ഫുൾ ടൈം എന്റെ ചെവിയില് ഇതുണ്ടാവും. ആണോ? അറ്റ്ലീസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വിഷ്വൽ കാണാൻ പറ്റിയിട്ടില്ലും ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ഇരിക്കും. എന്റെ മനസ്സ് ഫുൾ അതിനകത്ത് തന്നെയായിരുന്നു. ഡെഡിക്കേറ്റഡ് ആയ ഒരു ഭർത്താവ്. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ആയിരിക്കും ഇരുന്ന് കാണുക? അതെനിക്ക് എന്തായാലും ഉറപ്പാണ്. എവൻ എന്തായാലും കാണും, വാച്ച് ചെയ്യുന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. പിന്നെ രാത്രിക്കൊക്കെ പിന്നെ എനിക്ക് തോന്നി നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ളപ്പം എവിനും ഒരു ടൈം പാസ് ആണ്, എന്തായാലും കണ്ടോണ്ടിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ടെൻഷൻ എവൻ ഞാൻ ഫിസിക്കൽ ടാസ്കില് ഞാൻ അവിടെ നിന്നും പറഞ്ഞു, ഫിസിക്കൽ ടാസ്കിൽ എന്റെ ദേഹത്ത് എന്തെങ്കിലും പരിക്ക് പറ്റുമ്പോഴായിരിക്കും ഇവൻ ഏറ്റവും കൂടുതൽ വിഷമിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് തന്നെ സത്യമാണോ? വിഷമിച്ചായിരുന്നോ? സത്യത്തിൽ ഞാൻ അവരൊന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ ചേട്ടാ എനിക്ക് ആളെ തിരിച്ചിങ്ങനെ എങ്ങനെയെങ്കിലും ഇങ്ങനെ കൊടുത്തു ഇങ്ങനെ തന്നെ അതൊക്കെ തന്ന പോലെ തന്നെ തിരിച്ചിങ്ങനെ വിടും കേട്ടോ, ഒരു രക്ഷയില്ല, ഇങ്ങനൊന്നും ടാസ്ക് കൊടുക്കലെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അവര് ചെറിയൊരു ബോക്സ് ഒക്കെ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ലിബറലാക്കി പോലെ തോന്നി. അപ്പൊ ചെറിയൊരു സംസാരിച്ചത് അത്യാവശ്യം ചൂടി തന്നെ സംസാരിച്ചത്. നിങ്ങൾ എന്തിട്ട് പണി അല്ല, അത് കുറച്ച് ഓവറായിരുന്നല്ലോ ഫസ്റ്റ് ആ ബ്രിക്ക് ടാസ്ക് ഒക്കെ. ബാക്കിയുള്ള മല്ലന്മാര് കൂടെ ഈ ചെറിയ ചെറിയ പിള്ളേർ ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ മാന്യമായി പറഞ്ഞു, മാന്യമല്ലാതെ ഞാൻ പറഞ്ഞിരുന്നു, ചേട്ടാ ഒന്ന് ഒതുക്കി ചെറിയ കുറച്ചൊന്ന് സെറ്റിലാക്കി കൊടുക്കും. ഇത്രയും കട്ടായിട്ടുള്ള എത്ര ഇങ്ങനത്തെ ബലമായിട്ടും ഈ പറഞ്ഞ പോലെ ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിന് മാത്രമുള്ള ഒരു സാധനമൊന്നും ഇല്ലല്ലോ. അത്ര ബാക്കിയുള്ള അത്രയും മല്ലന്മാരായിട്ടുള്ള ചേക്കന്മാരൊക്കെ അല്ലേ. നല്ല ഇടി കിട്ടിയായിരുന്നു. ബാക്കിയുള്ള ഇപ്പൊ വിഷ്ണു ഒക്കെ ഞാൻ മാന്തി എന്ന് പറഞ്ഞ് കാണിക്കുമ്പോ അവന്റെ ഒക്കെ ഇടി കാരണം വയറിലും ചെസ്റ്റിലും ഒക്കെ നമുക്ക് തുറന്നു കാണിക്കാൻ പറ്റുമോ? നല്ല അയ്യോ, അവിടെ ഇനിയും അങ്ങോട്ടേക്കുള്ള പിള്ളേരുടെ അവസ്ഥ എന്താവും എനിക്കറിയില്ല. ബിഗ് ബോസ് തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ പോവോ? ഞാൻ പോകത്തില്ല. പകരം ഞാൻ പോക്കോളാം. എനിക്ക് പകരം ഞാനൊരു മല്ലനെ വിടുന്നുണ്ടോ? ഞാൻ എപ്പോഴും പറയും എനിക്ക് ഒരു എവിനായിരുന്നു അവിടെ പോണ്ടേന്ന് ഞാൻ എപ്പോഴും പറയും. ഞാൻ പറഞ്ഞു എവിന് അടുത്ത ബിഗ് ബോസ് ആദ്യത്തെ 1-2 വീക്സ് കണ്ടപ്പോ ഞാൻ എന്ത് സുഖല്ലേ, ഇരുന്ന് കഴിക്കുക, ഗെയിംസ് കളിക്കുക. പക്ഷെ ആള് വന്ന് അതിനുള്ള എക്സ്പീരിയൻസ് വെച്ചാലേ അവിടെ നടക്കുന്ന അതെ ഒരു തരത്തിലുള്ള സാധനമല്ല ശരിക്കും നമുക്ക് ഔട്ട് കാണുന്ന സാധനമല്ല അവിടെ ഉള്ളത്. അവര് ചെറിയ ഒരു കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പുറത്ത് കാണിക്കുന്നുള്ളൂ. ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ആള് പറയുമ്പോഴാണ് വേറെ ലെവലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അടുത്ത ബിഗ് ബോസിൽ അതാണ് ഞാൻ എവിനെ വിടും. നിങ്ങൾ അനുഭവിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രുതി ലക്ഷ്മി നമ്മൾ ഈ ബിഗ് ബോസ് കണ്ടപ്പോൾ ശ്രുതിയുടെ ഏറ്റവും കൂടുതൽ കണ്ട 3 വികാരങ്ങളാണ് കരച്ചിൽ, പുച്ഛം, ഉമ്മ. ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞാൽ മതി, കേൾക്കാനൊരു എങ്കിൽ ഉമ്മയിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ബിഗ് ബോസിലെ ശ്രുതിയുടെ പേരിൽ ഏറ്റവും അധികം സോഷ്യൽ മീഡിയ ആഘോഷിച്ചത് ഉമ്മ തന്നെയാണ്. അതിൽ ആദ്യത്തെ ഉമ്മ വിവാദം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? പറയൂ ഈ ഭർത്താവ് പറയൂ. ആദ്യത്തെ ഉമ്മ വിവാദം ആരിൽ നിന്നായിരുന്നു? ആദ്യത്തെ വിവാദം അഞ്ജു ആണ്. പക്ഷെ അഞ്ജു അങ്ങനെയൊന്നും അല്ല, ഊതിയതാണ്, ബിഗ് ബോസ് ക്യാമറ ആംഗിൾ മാറ്റി കാണിച്ചതാണ് എന്നൊക്കെ നമ്മൾ കേട്ടു. ഇതിലെ സത്യാവസ്ഥ എന്താ? ബിഗ് ബോസ് ഈ പറഞ്ഞ ട്രോളിൽ കാണുന്നതിൽ ഊതിയതാണ്. അല്ലാതെ കിടക്കുമ്പോഴേക്ക് ഇഷ്ടം പോലെ ഉമ്മ വന്നിട്ട് അതെന്താ നിങ്ങൾ കാണാതിരുന്നേ? കണ്ടായിരുന്നോ ആ ഉമ്മയൊക്കെ? ഞങ്ങള് ബെഡ്ഷീറ്റ് പൊതിച്ചിട്ട് ഉമ്മ എടുത്തു. അതുകൊണ്ട് ആ ഒരു ഊതിയതിന് എനിക്ക് വലിയ ആ സമയത്ത് ഭയങ്കര ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ഫീലും തോന്നിയില്ല. അവളെന്തോ ചെയ്യുന്നല്ലേ. ഇത് കണ്ടപ്പോഴാണ് വാ, ഞങ്ങള് വലിയ വികാര നിർഭരമായിട്ട് എഴുതി വെച്ച ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അടിച്ചാക്ഷേപിക്കല്ലേ പ്ലീസ്. ഓക്കെ, അടുത്ത ഉമ്മ ആരുമായി ബന്ധപ്പെട്ടതായിരിക്കും? റിനോഷിനെ ആയിരിക്കും. എന്റെ പൊന്ന് വീണ 56 ദിവസം അവിടെ പോയി ഇരിക്കല്ലേ, ഒരു ഉമ്മയൊക്കെ കൊടുത്താൽ എന്ത് സന്തോഷം. അങ്ങനെയല്ലേ. ഇപ്പൊ റിനോഷിന്റെ എനിക്ക് പേഴ്സണലി റിനോഷുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പുറത്ത് വേറൊരു രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതിലായിരുന്നു എനിക്ക് വിഷമം. ബാക്കി വേറെ എനിക്കിനി ഒന്നും എനിക്ക് വലിയ എന്നെ എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ റിനോഷുമായിട്ടുള്ള ഭയങ്കര ഒരു ബ്രദർലി ഫീൽ ആയിരുന്നു എനിക്ക് അവന്റെ അടുത്ത്.
അവൻ എൻ്റെ അടുത്തും ആ സെയിം ഒരു ഇതായിരുന്നു. അപ്പം അതിനെ ആൾക്കാര് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ആർട്ടിസ്റ്റ്, എന്നെ പൈസ മുടക്കി ബിഗ് ബോസ് ഷോയിൽ കൊണ്ടുവന്നു, എന്നെ കണ്ടിട്ട് ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടം അങ്ങ് സന്തോഷ സുഖമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. ഞാൻ എന്ത് പറയാനാണ്? സത്യമായിട്ട് ഇതൊക്കെ അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്? എന്ത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരും, അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറയണം ക്യാമറകളുടെ ഒരിക്കലല്ല കേട്ടോ. കാരണം ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സമാധാനമായിരുന്നു. കാരണം എനിക്ക് മതിയായി, ആക്ച്വലി എനിക്ക് മതിയായി. ഇനി എന്നെ കൊണ്ട് നടക്കില്ല എന്നുള്ളൊരു അവസ്ഥയിൽ. കാരണം പിന്നെ ഇനി ഒരു 56, അതായത് 2 മാസത്തോളം ആവാനായി. അത് കഴിഞ്ഞ് ഒരു പീക്ക്, ഗെയിമിന്റെ പീക്കിലേക്ക് എത്തുമ്പോഴത്തേനും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാൻ തുടങ്ങും. പിന്നെ നമ്മൾ പേഴ്സണലി പറഞ്ഞ കാര്യങ്ങൾ അവരെടുത്തിട്ട് നമ്മൾക്കെതിരെ. അപ്പം എനിക്ക് തോന്നി മതി. പിന്നെ ഞാൻ മെന്റലിയും ഒരു ഇതിൽ എനിക്ക്, പക്ഷെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കാരണം മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇറങ്ങിയത്. ഞാൻ പോളിയും മറ്റത് മറിച്ച് അത് ഞാൻ എബിനെ വിളിച്ചപ്പോൾ എബിന് ഭയങ്കര ഹാപ്പി, പോയ പോലെയാണ് സംസാരം. ഷുഡി നൽകി, ഷുഡി നീ വന്ന് ഭയങ്കര ഇത്. അത് കഴിഞ്ഞ് എൻ്റെ 1-2 ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ റിനോഷോ നീ മൊബൈൽ എടുത്ത് നോക്കുമ്പോഴാണ് ഒന്നും പറയാനില്ല. അപ്പം ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നതിന് കാരണം ഞാൻ അവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളതിൽ 101% ഞാൻ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓപ്പൺ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഞാൻ എനിക്കിനി റിനോഷും കൂടെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് അവന്റെ ഒരു ഭാഗം കൂടെ കേട്ടാലാണ് മൊത്തത്തിൽ ഇതാവുക. ഞാൻ എങ്ങനെയായിരുന്നു, അവൻ എൻ്റെ അടുത്ത് എങ്ങനെയായിരുന്നു. ഇപ്പൊ എന്തായാലും ഒരു 10-30 വയസ്സ് കഴിഞ്ഞില്ലേ, കിളവയാവാനായി ഏകദേശം. അപ്പൊ എനിക്കറിയാം നമ്മളെ കിളയായി. അപ്പൊ എനിക്ക് ബാഡ് ടച്ച് ഏതാന്നോ അല്ലെങ്കിൽ ഏത് രീതിയിൽ ഒരാണെന്നെ കെട്ടിപ്പിടിക്കണേന്ന് അറിയാനുള്ള മാനസികാവസ്ഥയിലേക്കൊക്കെ സമയം കഴിഞ്ഞു. അപ്പൊ എനിക്കറിയാമല്ലോ എന്താ ഏതാന്നൊക്കെ ഉള്ളത്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ എന്തിനാണ് എപ്പോഴും ഹഗ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയണം, അവിടെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഒരു 16 എണ്ണം കിട്ടി കഴിഞ്ഞിട്ട് ഓരോന്നും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കൊടുത്ത് ആ അവസ്ഥയാണ് അവിടുത്തെ. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ അവിടെ വഴക്കുണ്ടാക്കിയത് ഇച്ചിരി ജാം തരും ഇങ്ങനെയായിരുന്നു. നമ്മുടെ വീട്ടിൽ എന്തോരം ജാമുകൾ ഇരുന്നിട്ട് നമ്മൾ കഴിക്കാത്തതാണ്. അവിടെ നമ്മൾ ഹഗ് ചെയ്യുന്നത് ചിലപ്പോൾ ഇവിടെ ഞാൻ ഇവരെ ഹഗ് ചെയ്യുന്ന വളരെ ചിലപ്പോൾ വല്ലപ്പോഴായിരിക്കും. അവിടെ നിന്ന് നമ്മൾ അത്രയും സ്ട്രെസ്ഫുൾ ആണ്. ഒരാള് ഹഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ട്. അതല്ലാതെ ഹഗ് ചെയ്യുമ്പോൾ മറ്റേ ഈ സാധനമല്ല നമുക്ക് കിട്ടുന്നത്. എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഇത്രയും ക്യാമറയുടെ മുന്നിൽ നമ്മളെ കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. അത് ഈ ആൾക്കാര് എനിക്കറിയില്ല എന്തുകൊണ്ടാ പറയുന്നത്. ഇനിയിപ്പോ ഈ പറയുന്നവർക്ക് ഒരു പെണ്ണ് കെട്ടിപ്പിടിക്കുമ്പോൾ ആ ഒരു ഫീൽ ആയിരിക്കും തോന്നുന്നു. ആ ഒരു ഫീൽ ആണെങ്കിൽ എനിക്ക് ഇതിനോട് ഒന്നും പറയാനില്ല. അല്ലാതെ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന കുറെ അമ്മമാരാണെങ്കിലും കുറെ ഇപ്പൊ 2 ദിവസമായിട്ട് കുറെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെട്ടത് കുറെ ലേഡീസിനാണ്. കുറെ ചേച്ചിമാരും കുറെ അനിയത്തിമാരും UK എന്നൊക്കെ കുറെ പെൺകുട്ടികൾ വിളിച്ചെന്നെ സംസാരിക്കുമ്പോൾ അവരേറ്റവും ചേച്ചി ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് നിന്നത്. ഭയങ്കര ഓപ്പൺ. ഇതാണ് ഇങ്ങനെയായിരുന്നു ഞാൻ. ഒറിജിനൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിലും കൊടുത്തിട്ട് അവിടെ ഫേക്ക് ആയിട്ട് നിൽക്കാനാണെങ്കിൽ പിന്നെ എന്താണ് അതിന്റെ ആവശ്യം? വീണ്ടും 3ാമത്തെ വിവാദം ഉണ്ടാക്കിയ ആളുടെ പേരെന്താണ്? ഇതിനായിരിക്കും എന്റെ ലൈൻ കുറെ ആഗ്രഹിച്ചിരുന്നു. എന്റെ ഉമ്മയ്ക്ക് ഞാൻ കൊടുത്തിരുന്നോ? ഇല്ല, കൊടുത്തില്ല. ഞങ്ങൾ തിരിച്ചു വരട്ടെ, വിജയിച്ചു വരട്ടെ, അപ്പൊ കെട്ടിപ്പിടിച്ചാൽ ഉമ്മ കൊടുക്കും. അങ്ങനെ ഈ വിവാദങ്ങളെല്ലാം കൂടെ കണ്ടിരുന്ന ഭർത്താവിന്റെ അവസ്ഥ എന്തായിരുന്നു? 2 പേർക്ക് കൂടുതൽ അടിച്ചു കാണും. അതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഇതൊരു 10-20 ക്യാമറ, അതിനും കൂടുതൽ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഇവർ കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ശ്രുതി എന്ന് പറയുന്ന ആൾക്ക് അത്രയും അവെയർ ആണ്, അത്ര ക്യാമറയുടെ മുന്നിലാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കും നല്ല ബോധ്യമുണ്ട്. അവള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതൊരു ഷോന്റെ പാട്ടാണ് ഒരു പരിധി വരെ. പിന്നെ അതിന്റെ ഡീപ്പ് ഇൻസൈഡ് അവള് ജെന്യുവൻ ആണ്. അവിടെയുള്ള എല്ലാ റിലേഷൻഷിപ്പും അവിടെ നിന്നല്ല എവിടെയായാലും ഔട്ട്സൈഡ് ആയാലും നമ്മളിപ്പോ ജീവിതത്തിലായാലും റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി എത്രത്തോളം കീപ്പ് ചെയ്യാൻ പറ്റുന്ന പറയുന്ന ആളാണ്. അപ്പോൾ അതെനിക്കറിയാം, അവളെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആ കാണിക്കുന്നതൊന്നും ഇപ്പം ഇത് മടി കിടന്നു. ഇതിനാണെങ്കിൽ എല്ലാവരും മടി കിടക്കാണ്ട് ഉറക്കം പറ്റില്ല. അപ്പൊ പിന്നെ ഒരാളെടുത്ത് സുധിനെ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിലൊന്നും എനിക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടുണ്ട്. എന്നാലും നമുക്ക് എത്ര പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരൊക്കെ കൂടെ ഇങ്ങനെ കണകണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഇത് എന്ത് നാശമാണ് എന്നൊരു തോന്നലെങ്കിലും കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ റിപ്ലൈ ചെയ്യാനും ഇതിനൊക്കെ സംസാരിക്കാൻ ഞാനും പിന്നെ അവർ തമ്മിൽ എന്താണ് വ്യത്യാസം? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല, നമുക്ക് അത്രയും തരം താഴേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ ആ ഒരു സെറ്റപ്പിൽ നിന്നാ പോലെ വെറുതെ അതിനെ കുറ്റം പറയാൻ. പിന്നെ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒന്നെങ്കിൽ അമ്മാവെന്ന പേരില് അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഫേക്ക് നെയിംസിലാണ്. ഒരുത്തൻ പോലും നേരെ സ്വന്തമായിട്ടുള്ള പ്രൊഫൈലിൽ വന്നിട്ട് നേരെ സംസാരിക്കാനുള്ള ഒരു കഴിവ് ഒരു നട്ടലുള്ളതാണ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ എന്താ അല്ല ഈ ഡ്രസ് ഇട്ടിട്ട് ഞാൻ ആരാണ്ട് അമ്മയ്ക്ക് ഗർഭം കാണാൻ വെച്ചാൽ അങ്ങനെ എന്തോ ഒരു സാധനം പറയൂല. ഭയങ്കര സ്റ്റൈലായിട്ട് വന്നിട്ട് ആരാണ്ട് അമ്മയ്ക്ക് ഗർഭം കാണാനേ ഭയങ്കര
അവസ്ഥയാണ്. എന്ത് അല്ല, ഈ ഡ്രസ്സിൽ സ്റ്റൈലായിട്ട് കണ്ടപ്പോ ഞാൻ ശ്രദ്ധിച്ച കാര്യം വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്നു. ഒരാള് അകത്തിരുന്ന് മറ്റേ പുറത്തിരുന്നുള്ള ക്ഷീണമായിരുന്നോ? എബിൻ ക്ഷീണിച്ചിട്ട് ഞാനിങ്ങനെയൊക്കെ തന്നെയാണ്. ആണ്. ഇച്ചിരി ഗ്ലാമർ പറഞ്ഞു. പാവം ഭാര്യനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് വിഷമിച്ച് കള്ളുകുടിയനായി പോയ പാവം. അതൊക്കെ ഭയങ്കര വൈറലായിരുന്നു. ഏതൊരു അമ്മാവനൊക്കെ പറഞ്ഞു ഈ ഭർത്താവിന്റെ കാര്യം എന്താ എന്തോ കള്ളു കുടിച്ച് ആകെ അവശനായിട്ട് എവിടെ നടക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതൊക്കെ ബാംഗ്ലൂരൊക്കെ DJ. പിന്നെ ഞാൻ എല്ലാ വീക്കെൻഡ്സിലും മെന്റായിട്ടുള്ള അടിച്ചുപൊളിയാ നടക്കാറുണ്ട്. ഞാൻ നടത്തിയിട്ടുണ്ട്. ആണ്. അല്ല, ഈ പ്രസവത്തിന്റെ കഥ പറഞ്ഞ ഗർഭത്തിന്റെ കഥ പറഞ്ഞപ്പോ ഞാൻ ഓർത്തെ ശ്രുതി അറിഞ്ഞായിരുന്നോ? എനിക്ക് ഗർഭമായല്ലേ? ഈശ്വര, ഏതോ ക്യാമറ ചേട്ടന്മാരെന്നെ ചതിച്ചു. കാരണം അവിടെ ക്യാമറകളേ ഉള്ളൂ. ക്യാമറയിലൂടെ എനിക്ക് ഗർഭം വരുവാണെങ്കിൽ ചിലപ്പോ അത് സത്യമായി. അല്ല, ഞങ്ങളത് വിളിച്ചു ചോദിച്ചു, ഞാൻ അങ്ങനെ വല്ല ആക്കിയിട്ടാണോ അകത്തേക്ക് വിട്ടതെന്ന്. ഇല്ലേ? എനിക്ക് സത്യമാണോ എങ്ങനെ? ഒന്നും പേടിക്കണ്ട. ഈ പറയുന്ന പൊട്ടന്മാര് പ്രഗ്നൻസി ടെസ്റ്റിന്റെ ഇത് അറിഞ്ഞിട്ടാണ് നമ്മളെ അങ്ങോട്ടേക്ക് വിടുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് നമ്മളെ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത്. അവിടെ കയറുന്ന സമയത്ത് പോലും എന്റെ ഹെൽത്ത് കണ്ടീഷൻ എനിക്കും അല്ലെങ്കിൽ പിന്നെ ക്രൂവിലുള്ളവർ പോലും വിശ്വസിക്കാറ്. ഞാൻ അങ്ങോട്ട് കയറിയ സമയം ഈ പ്രഗ്നൻസി ആവാൻ പറ്റാത്തൊരു സമയത്തിലാണ് ഞാൻ അങ്ങോട്ട് കയറി പോയത്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച 2 ആഴ്ച കണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ബിഗ് ബോസിനെ സംശയിക്കേണ്ടി വരും. ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വരുവാന്ന് പറഞ്ഞു. അല്ലാതെ എന്ത് പൊട്ടത്തരാണ് ഈ ആൾക്കാർ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് രസമല്ലേ? കഥയുണ്ടാക്കാൻ രസമല്ലേ? ആണല്ലേ? അതുകൊണ്ട് ഇതൊക്കെ വെറും ഞാനിവിടെ എൻജോയ് ചെയ്യുന്നു. ഇരിക്കട്ടെ കഥ. ഗൂഗിളിലൊക്കെ മറ്റേ ശ്രുതിലക്ഷ്മി ഹോട്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കുറെ ആൾക്കാരെ എന്റെ ഹോട്ട് കാരണം അവർക്കൊക്കെ ഒരു ഭയങ്കര സുഖം കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടട്ടെ. ഞാൻ ഇത്ര വലിയൊരാളാന്ന് ഇപ്പഴും എനിക്ക് മനസ്സിലായി. എന്താല്ലേ ഇത്ര ചില്ലായിട്ട് എടുത്തോണ്ടിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ ഡെസ്പായി കാണുമായിരിക്കും. തേങ്ങാ കോലയാണ്. അതാണ്. അല്ല, ഇന്നലെ നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു ബൈറ്റ് ഒക്കെ കൊടുത്തിരുന്നിട്ടേ, അതിന്റെ അടിയിലൊക്കെ വന്നിട്ട് മറ്റേ ആൾക്കാരുടെ കമന്റ്, ഭർത്താവ് മനസ്സിൽ പറയുന്നുണ്ടാവും, ഇത് ഇവിടെ എന്തെങ്കിലും കാണിച്ചോ, നീ വീട്ടിലേക്ക് വാടി. കിട്ടിയ കുറെ അടി കാരണമാണ് ഇത് എന്റെ മുഖത്തിനൊക്കെ ഭയങ്കര കോട്ടം പറ്റിയത് തന്നെയാണല്ലേ. പക്ഷെ കണ്ടിട്ട് ഒരു മുറിവ് ഭർത്താവിന് നെറ്റിയിലാണ്. അത് ഞാൻ കൊടുത്തത്. ആ സൈക്കിൾ ഓടിച്ച് വീണതാണ് പണ്ടെങ്ങാണ്ട്. 30 വർഷമായിട്ട് സൈക്കിൾ അന്നേ ഓടിച്ച് പഠിച്ചിട്ട് 30ാമത്തെ വയസ്സിലാണ് വീഴാൻ പറ്റിയത്. അതിന്റെ ഒരു പാടാണ്. അത് ഞാൻ ബിഗ് ബോസ് പോകുന്നതിനൊക്കെ മുന്നാണ്. ഇതൊക്കെ ഒരു കൊറോണ സമയത്ത് 5 years ഒക്കെ. ഓക്കെ, അതൊക്കെ വിട്. ഇനി അടുത്ത ഉമ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷമായിട്ട് കണ്ട അല്ലല്ല കരച്ചിൽ. അതിനുശേഷം വന്നു കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കണ്ടായിരുന്നോ? ഞാൻ എങ്ങനെയാണ് കരയുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട്. അത്രയ്ക്ക് ചകഞ്ഞ് നോക്കിയിട്ടില്ല. ഞാൻ അധികം നോക്കിയില്ല. ഈ പറയുന്നത് പോലെ പിന്നെ കരഞ്ഞ കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഉറഞ്ഞു തുള്ളുകയായിരുന്നല്ലോ. അത് ആദ്യത്തെ 2 ആഴ്ച ശ്രുതിലക്ഷ്മിനെ കാണുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു. അപ്പൊ എനിക്ക് തന്നെ തോന്നി ഇപ്പൊ അവിടെ പോയി ഇരുന്നിട്ട് അപ്പൊ വെറുതെ കയറി പ്രതികരിക്കേണ്ടെന്ന് തോന്നി. അവിടെ വന്നിരിക്കുന്ന കുറെ പേര് ഞാൻ വന്നിട്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു, ഇത്രയും ക്യാമറ ഓരോരുത്തരിൽ ഫോക്കസ് ആണ്. നിങ്ങൾ ഈ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് പലരും അവിടെ പറയുന്നുണ്ട്, ഓരോരുത്തർ സ്ക്രീൻ സ്പേസ് കിട്ടാനായിട്ട് അങ്ങനെ അവിടുത്തെ ഓരോ കണ്ടസ്റ്റൻസ് വരെ ക്യാമറ നോക്കിയിട്ട് ബിഹേവ് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞൊരു എന്റെ ഒരു 9 വയസ്സ് മുതൽ ഈ ക്യാമറയ്ക്ക് മുന്നിൽ ജീവിച്ച ഒരാളാണ്. നമ്മൾക്ക് ഇതൊന്നും വലിയൊരു പുതുമയല്ല. ക്യാമറയുണ്ട്, ഓക്കെ. അപ്പൊ ഞാൻ പ്രതികരിച്ചത് ആ പാവ ടാസ്ക് മുതലാണ് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയത്. അപ്പൊ എനിക്കിത് ഭയങ്കരമായിട്ട് എന്റെ മെന്റലി എന്നെ എഫക്ട് ചെയ്തു. പിന്നെ ഈ പറയുന്നത് പോലെ വിഷ്ണു അങ്ങനെ ഇടിച്ചപ്പോ വയറിന്, അപ്പൊ അതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഞാൻ പോയി കരഞ്ഞത്. പക്ഷെ അത് ഭയങ്കര ആൾക്കാർ. അപ്പം ഞാൻ അന്നത്തെ ദിവസം ഞാൻ കരഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പൊ വീട്ടിൽ പോകണം, എനിക്ക് ഇവനെ കാണണം. ഇതായിരുന്നു ഞാൻ പറഞ്ഞത്. ഇനി എനിക്ക് ഇവിടെ ഒരു ദിവസം നിൽക്കണ്ട, കാരണം എന്റെ സ്വഭാവം അങ്ങനെയാണ്. എന്നെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പോകണം. അപ്പൊ ഞാൻ കുറെ കരഞ്ഞു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞല്ലോ പാവം ഇത് അവൻ വന്നിട്ട് എടി കരയണ്ട ഇതിവിടെ ഇങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മുന്നിൽ ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഇമോഷണലി വീക്കാന്ന് പറഞ്ഞിട്ട് അടുത്തത് എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ എനിക്ക് കരയണം തോന്നുമ്പോൾ ഞാൻ ബാത്റൂമിൽ പോയി കരയും. അവിടെ ക്യാമറ ഇല്ലല്ലോ. അല്ല, യഥാർത്ഥ ജീവിതത്തിൽ ശ്രുതി ഇങ്ങനെയാണോ കരയാറുള്ളത്? ഭയങ്കരമായിട്ട് അങ്ങ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കണ്ടത്. അവിടെ പൊട്ടിത്തെറിക്കലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതെന്താ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പോലും കുറച്ചൊന്ന്, കാരണം എന്നെ അങ്ങനെ ഒരു ഇതിലാണ് എബിൻ എന്നെ അങ്ങനെ കരയിപ്പിക്കാൻ. എന്നോട് കുറെ പേര് ചോദിച്ചു, നിന്നെ സമ്മതിക്കണട്ടാ, ഇതെങ്ങനെയാണ് അവിടെ കൊണ്ടുനടക്കുന്നത്, ഈ സാരം ഈ ഒരു ഐറ്റം ആണോ ഇത് ശ്രുതി?
ഞാൻ പറഞ്ഞു ഞാനും ആദ്യമായിട്ട് കാണുന്ന അളിയാ, ഇങ്ങനെ സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു കരയേണ്ട ഒരു അവസ്ഥ ഭർത്താവായിട്ട് ഉണ്ടാക്കിയിട്ടില്ല അല്ലെ? അതെ അതെ, ഇവന്റെ എവിന്റെ മുന്നിൽ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടുമില്ല, എവിന്റെ മുന്നിൽ ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടു. ഞാൻ ബോൾഡ് ആയതുകൊണ്ടാണ്. അവസ്ഥ ഉണ്ടാക്കി തരാറുണ്ട്, പക്ഷെ ഞാൻ കരയാറില്ല. അങ്ങനെയാണ്. എവിനെ പോലെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ പണ്ട് ദേഷ്യമൊക്കെ ഇങ്ങനെ വരുന്ന എവിൻ പറയും, ഈ ദേഷ്യം കൂടി പ്രഷറാക്കി എന്നോട് പപ്പ പറയുന്നതാണ്, ഈ ദേഷ്യം കൂടിയ സൗന്ദര്യമൊക്കെ പോകും കേട്ടോ. അപ്പൊ ഞാൻ അതിലാണ് ഓ ദേഷ്യം. അപ്പൊ അങ്ങനെ ഭയങ്കര, അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടാൽ എവിൻ ഫോൺ നോക്കി ഇരുന്നിട്ട് കഴിഞ്ഞോ, അല്ലാതെ അതിനെ റിയാക്ട് ചെയ്തിട്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാനോ അങ്ങനെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അവിടെ ഞാൻ കരഞ്ഞിട്ടുമില്ല, ഞാൻ ദേഷ്യപ്പെട്ടിട്ടുമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ആണ് ഇങ്ങനെ ഒരു ശ്രുതി ഉണ്ടോ എന്നുള്ളത് കാണിച്ചു തന്നത്. ശരിക്കും അങ്ങനെ ഒരു ശ്രുതി ഉണ്ടായിരുന്നു? അത് അവിടെ ബിഗ് ബോസിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത അല്ലല്ലോ കേട്ടോ. എന്റെ കുറെ തെറി പറയാൻ വന്നതാണ്. തെറി പറയാതിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത്. കാരണം നമ്മളൊരു ഇവര് പറയുന്ന പോലെ ഒരു പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അതിലിങ്ങനെ പറയാം, നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ദേഷ്യം വന്നത് വായി തോന്നിയതൊക്കെ നമ്മൾ പറയല്ലോ. പക്ഷെ ഇതെന്ന് പറയുമ്പോ ഒക്കെ ഈ പറയുന്ന 3.5 കോടി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കരുതിയിട്ട് നമ്മൾ ആ സാധനങ്ങളൊക്കെ നമ്മളൊന്ന് കുറയ്ക്കും. അല്ലാത്ത ഇമോഷൻസ് ഒക്കെ നമ്മൾ വരുന്നതാണ്. അപ്പൊ അത് ഒരിക്കലും, കാരണം ഞാനൊക്കെ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ കുറേ സമയം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷിവർ ചെയ്യായിരുന്നു. എനിക്ക് തന്നെ അതൊരു ഭയങ്കര, അപ്പം നമ്മള് ഈ ഒരു ബിഗ് ബോസിന് വേണ്ടിയിട്ട് നമ്മൾ അഭിനയിക്കില്ല, അതൊക്കെ വന്ന് പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അവിടെ വന്ന് ഒരു 5 ദിവസം ഞാൻ പറയും വീണേനോട് അവിടെ നിൽക്കാൻ, ഈ ദേഷ്യവും ഈ സങ്കടവും ഇതെല്ലാം താനേ വന്നോളൂ. അതായത് ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളൊന്നുമല്ല. രാവിലെ ഒരു പാട്ട് തന്നങ്ങ് എണീപ്പിച്ചിട്ട് വിടും, പിന്നെ നടക്കുന്ന വഴിയും എല്ലാം പ്രശ്നങ്ങളാണ്. അയ്യോ എന്റെ പൊന്നോ, വല്ലാത്ത അനുഭവമാണ്. എന്തായാലും ഒരു 1.5 അനുഭവങ്ങളൊക്കെ ആയിട്ടാ ശ്രുതി വന്നേക്കുന്നത്. സംസാരം കേൾക്കുമ്പോ അറിയാം എന്തായാലും അങ്ങ് സംസാരിച്ച് തകർക്കുകയാണ് ശ്രുതി. ഞാൻ അവിടെ പോയപ്പോ ആദ്യത്തെ എന്റെ പ്രശ്നം സംസാരിക്കുന്നതിന് ക്ലാരിറ്റി കുറവായിരുന്നു. മോർണിംഗ് ടാസ്കിൽ പറയും. പിന്നെ ഞാൻ നോക്കുമ്പോ വാക്കുകൾ കൊണ്ട് അമ്മാനം ആടുന്ന കുറെ ആൾക്കാരാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി അക്ഷരസ്ഫുടതയോടുകൂടി പറയണമെന്ന്. പിന്നെ അത് കുറച്ച് പഠിക്കാൻ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധികം സംസാരിക്കുന്നില്ലെന്നായി. കുറെ പേര് ഈ പറയുന്ന കുറെ ആൾക്കാരൊക്കെ സംസാരിച്ചിട്ട് നിർത്തുന്നില്ല. എനിക്കിട്ട് ഒരു ദിവസം സംസാരിക്കാൻ അവസരം തന്നായിട്ട് ഞാൻ കസേരയുടെ മോളിൽ നിങ്ങൾ എന്നെ ശ്രമിക്കുകയും ഞാൻ കേൾക്കുകയും അങ്ങനെ വരെ. കാരണം ഒരു രീതിയിലും നമ്മളെ കൊണ്ട് മിണ്ടിപ്പിക്കത്തില്ല. അപ്പൊ ഇപ്പൊ ഇവിടെയാണെങ്കിൽ എവനോട് ഞാൻ ഇന്നലേക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്, ലക്ഷറി ടാസ്ക് എന്നോ മുഴുവൻ ബിഗ് ബോസിന്റെ പദങ്ങളാണ്. ലക്ഷറി ടാക്സ് എന്ന് പറഞ്ഞതാണ്. ലക്ഷറി ഇപ്പൊ എല്ലാ ടാസ്ക് ആണ്, വീക്കിലി ടാസ്ക്, മൊത്തം ബിഗ് ബോസിന്റെ കുറെ പദപ്രയോഗങ്ങളാണ്. എന്താ പറയാ, ഇനി അടുത്ത വികാരം എടുത്താലേ പുച്ഛം എടുത്തു കഴിഞ്ഞാല് ഇങ്ങനെ ഇഷ്ടമില്ലാതെ ആരുടെ എന്ത് പറഞ്ഞാലും ആ ഒരു പുച്ഛഭാവം കാണിക്കാറുണ്ട്. ആ ഭാവം എങ്ങനെയാണെന്ന് വെച്ചാല് അയ്യോ അതിപ്പോ വരില്ല. അത് അങ്ങനെ ഞാൻ എന്താ മനസ്സിൽ വിചാരിക്കുന്നത്, ഇതൊക്കെ കുറെ കണ്ടിട്ടാണ് ഇവിടെ എത്തിയത്, ഇത് എന്ത് എന്നായിരുന്നു എന്റെ മനസ്സില്. പക്ഷെ അത് ഭയങ്കര പുച്ഛമായിട്ട് മുഖത്തേക്ക് വന്നു. എല്ലാം അവിടെ തന്നെ എല്ലാം എക്സാജറേറ്റ് ചെയ്യപ്പെടണമല്ലോ. അല്ല അത് ശരിക്കും വന്ന കേട്ടോ, ഉണ്ടാക്കാനായിട്ടല്ല. ചിലവര് സംസാരിക്കുമ്പം അപ്പൊ പിന്നെ ദേഷ്യം വേണ്ട, ഇവനെയൊക്കെ പുച്ഛിച്ച് തള്ളാന്നുള്ള രീതിയിൽ മുഖത്ത് വന്നതാണ്. അവിടെ ഇട്ട എല്ലാ എക്സ്പ്രഷനും ജെനുവിനാണ് കേട്ടോ. എന്നാൽ ആ പുച്ഛം എങ്ങനെയായിരുന്നത് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ നമ്മൾ ബേസിക്കലി. അതെനിക്കെന്നറിയോ, എനിക്ക് ഭയങ്കര കുരുപൊട്ടിരിക്കുന്ന സമയത്ത് വിഷ്ണു കണ്ടാന്ന് തോന്നുന്നു എന്തോ ഒരു ബണ്ടിന്റെ കാര്യം പറഞ്ഞോണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞ സമയത്ത് പ്രതികരിക്കാനും പറ്റില്ല. അപ്പൊ എനിക്ക് അത് വരുന്നില്ല കേട്ടോ. അതെങ്ങനെയോ വന്നു പോയ ഒരു ഭാവമാണ്. റാൻഡം ആയിട്ട് വന്നിട്ടുള്ളതാണ്. അത് കണ്ടറിയാം. അത് വീണ്ടും എടുക്കാൻ ഭയങ്കര പാടായിരിക്കും, അഭിനയിച്ചെടുക്കാൻ പാടായിരിക്കും. ഈ 56 ദിവസത്തെ ബിഗ് ബോസ് ജീവിതം ഭാര്യ 56 ദിവസത്തിന് മുമ്പ് മാറി നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ലോ, മാറിയേ നിന്നിട്ടില്ല തോന്നല്ലേ. ഒരു നൈറ്റ് ഒക്കെ മാറി നിന്നല്ലേ. നമ്മള് മാറി ഷൂട്ടിങ്ങിനൊക്കെ മാറി നിൽക്കുന്നുണ്ട്, പക്ഷെ അപ്പോഴും അപ്പൊ ഇത്ര 56 ദിവസം ഭാര്യ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ ജീവിതം എന്ത് പഠിപ്പിച്ചു? കള്ളം ഫുള്ള് അടിപൊളിയായിരുന്നു ഇവിടെ. എന്ത് പഠിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ഡ്യൂട്ടിക്ക് പോലും പോവാതെ അടിച്ചു പൊളിച്ച് നടക്കാൻ. ശ്രുതി സ്റ്റോറി ഒന്നും കണ്ടില്ലല്ലോ, അല്ലേ? 24 മണിക്കൂറിൽ പോയി അവിടെ എന്താ നടന്നു. ഭാര്യ ബിഗ് ബോസിലൊക്കെ പോയിട്ട് അടിപൊളി, ഇനിയിപ്പൊ എന്ത് ജോലി. ഇല്ല, ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നു. തീർച്ചയായും 55 ദിവസം 56 ദിവസം സ്വന്തം നമ്മൾ ഇത്രയും നാൾ ഒരുമിച്ച് കൂടെ നടന്ന് 8+ വർഷമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആളും എപ്പോഴും കൂടെ ഇല്ലെങ്കിൽ തന്നെ ഫോണിലോ അല്ലെങ്കിൽ വീഡിയോ കോളോ ആയിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ആളും
ഇല്ലാതായപ്പോ അതിൻ്റെതായ വലിയൊരു ഡിഫിക്കൽട്ടി ഞാൻ അനുഭവിച്ചിരുന്നു. പിന്നെ ഞാൻ എന്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയത്? ഭക്ഷണത്തിലായിരുന്നോ അതോ രാത്രി ഇല്ല, ആളുടെ ഒരു സാന്നിധ്യം എൻ്റെ അടുത്ത് ഉണ്ടാവണം എന്നുള്ള ആ ഒരു വലിയൊരു സാധനം തന്നെയാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ചെറിയൊരു ആശ്വാസം മാത്രം ഉണ്ടായിരുന്നല്ലോ. നേരെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും ഇല്ല. ഓ അത് ശരി. അതിലൊന്നും വിഷയമില്ല. അല്ല, ഞാൻ പൊതുവെ ബിഗ് ബോസിലത് പറയാൻ കേട്ടു അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളിലും ഒക്കെ വളരെ മികച്ച ഒരു സ്ത്രീയാണ്. ഞാൻ ബിഗ് ബോസിൽ പോയിട്ടാണ് നെയിൽ പോളിഷൊക്കെ ഇട്ട് പോയ ഞാനാണ്. പോയി പാത്രവും കഴുകി കുക്കും ചെയ്ത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനാണ് ഏറ്റവും കൂടുതൽ കിച്ചണിൽ അവിടെ നിന്നിരിക്കുന്നത്. ഇപ്പൊ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ക്യാപ്റ്റൻ ആവണ്ട, ഞാൻ വർക്ക് ചെയ്തോളൂ, ഞാൻ അടിമയെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അടുക്കളയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടില് അമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അതെടുത്ത് കഴിക്കാൻ മടിയുള്ള ആളാണ്. ഇത് കഴിച്ചു കഴിയുമ്പോൾ അമ്മ പാത്രം കഴുകല്ലേ എന്ന് മറ്റേ ജയിലിനയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകാൻ പറ്റും. ഞാനാണ് ബിഗ് ബോസിൽ പോയിട്ട് ഇങ്ങനെ ഉരച്ചരച്ച് കഴുകുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ മീൻസ് ബിരിയാണി ഉണ്ടാക്കി ആദ്യമായിട്ട് എല്ലാം ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡൊക്കെ അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവന്മാരൊക്കെ തിന്നിട്ട് പോയിട്ട് നോമിനേറ്റ് ചെയ്യായിരുന്നു. ഒരു നന്ദിയില്ല, ഞാൻ തന്നെ പറയും ഒരു നന്ദിയില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഒരു നന്ദിയില്ലാതെ ഏറ്റവും കൂടുതൽ പുച്ഛം തോന്നിയ കണ്ടസ്റ്റന്റ് ആരായിരുന്നു? ബേസിക് എല്ലാവരും ഈ പറയുന്ന പോലെ നല്ല മനുഷ്യന്മാരൊക്കെ തന്നെയാണ്. പിന്നെ ഗെയിമിന് വേണ്ടിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഓരോരുത്തരുടെ രീതിയാണ്. ഇപ്പൊ ഞാൻ ഇറങ്ങി വന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഫേക്കാണ്, ഞാൻ പുറത്ത് PR വർക്ക്, അവിടെ ചെന്നിട്ടാണ് ഈ PR വർക്കിനെ കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ ദൈവമേ കുറച്ച് PR വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറേയും കൂടെയൊക്കെ നാളെ നിൽക്കാമെന്ന് വിചാരിച്ച ഒരാളാണ്. അപ്പൊ ഒരു PR വർക്കോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ പോയ ആളാണ്. പക്ഷെ ഈ പറയുന്നത് പോലെ ഈ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ കുടുംബക്കാരുടെ അഭിപ്രായം എന്താണെന്നുള്ള രീതിയൊക്കെ അവർക്കൊക്കെ കുറെ തെറ്റിദ്ധാരണകളുണ്ട്. പിന്നെ അതെനിക്ക് തോന്നുന്നു ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ പോയാൽ അവർ കുറച്ചും കൂടി ഈസിയാണ് മുന്നോട്ടേക്ക് പോവാം എന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് അവർ ആ രീതിയിൽ എന്നെ പറഞ്ഞത്. പക്ഷെ എനിക്ക് അതിൽ വലിയ വിഷമോ കാര്യങ്ങളൊന്നുമില്ല. ഈ 56 ദിവസം ഭർത്താവിനെ മാറി നിന്നപ്പോൾ ഭാര്യ എന്ത് പഠിച്ചു? ഞാൻ ബിഗ് ബോസ് അല്ല, ഞാൻ ഈ 56 ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് എവിനെയാണ്. എൻ്റെ ലൈഫിൽ എവിൻ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കി തന്നത് ഈ 56 ദിവസമാണ്. കാരണം എവിൻ എന്നെ കാണാം, എനിക്ക് എവിനെ കാണാം. മാത്രമല്ല ഞാൻ എവിനെ കുറിച്ച് ഞാൻ അധികം ആലോചിച്ച് കഴിഞ്ഞ് ഇമോഷണൽ വീണ്ടും അത് എന്നെ ഡൗൺ ആക്കും. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ എവിനെ ആലോചിക്കാതെ ഇങ്ങനെ പോവാണ്. പക്ഷെ പല സമയങ്ങളും ഞാൻ ഈ പറഞ്ഞ പോലെ മിഥുന്റെ അടുത്തും റിനോഷിന്റെ അടുത്തും ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ചത് എവിനെ കുറിച്ചാണ്. ഇനി ബിഗ് ബോസ് കഴിഞ്ഞാൽ എങ്ങനെയാന്നൊക്കെയുള്ള. അപ്പം എനിക്ക് എവിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ ലൈഫിൽ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നുമല്ല, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ടേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ 56 ദിവസം കൊണ്ടാണ്. അത് എനിക്ക് നമ്മൾ ഇഷ്ടമുള്ള ഒരാളെ മിസ് ചെയ്യുമ്പോഴാണ് അയാളുടെ വില മനസ്സിലാകാൻ ഇല്ല. ഞാനെല്ലാം കേട്ട് സുഖിച്ചിരിക്കുന്നവർ ഞാനത് വിഷുവിനാന്ന് തോന്നുന്നു. വിഷുവിന് എബിന് സ്ക്രീനിൽ വന്നപ്പം ഞാൻ ലാലേട്ടൻ അവിടെ ഉണ്ടെന്ന് പോലും മറന്നുപോയി. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്യും. എനിക്കത് വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു ആ സമയത്ത്. ഈ 56 ദിവസത്തിനുള്ളിൽ തിരിച്ച് ഇറങ്ങേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്ന് ശ്രുതിയുടെ ഉള്ളിൽ തോന്നുന്നുണ്ടോ? ഒരിക്കലും ടോപ്പ് 5 കത്തി നിൽക്കേണ്ട ഒരാളാണ് ഞാൻ. അതെ, ബിഗ് ബോസിന് നഷ്ടം അല്ലേ? ബിഗ് ബോസിന് നഷ്ടം. ഇനി ആര് ഗൂഗിളിൽ സെർച്ച് ചെയ്യും വോട്ടുകളൊക്കെ? ഇനി ഉള്ള വോട്ട് റിപ്പീറ്റ് ചെയ്ത് കാണണ്ടേ? ഇനി എന്തെല്ലാം വോട്ട്. ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നതിനാൽ ബിഗ് ബോസിൽ ലാലേട്ടൻ തരുന്നത് പോലൊരു ടാസ്ക് ഞങ്ങളും തരികയാണ്. Vista, just right for me. India's finest snow park, Navad Highlight Mall, Calicut.